എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീസ് അടച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് ഉറപ്പാക്കേണ്ടതാണ്. ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. എത്ര രൂപയാണ് മാൻഡേറ്ററി ഫീസ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. SC, ST, OEC, OBC കമ്മ്യൂണിറ്റീസിൽ എഡ്യൂക്കേഷണൽ കൺസെഷന് അർഹതയുള്ള വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 235 രൂപയാണ് ഫീസായിട്ട് വരിക. മറ്റുള്ളവർക്ക് 540 രൂപയാണ് മാൻഡേറ്ററി ഫീ ഇനത്തിൽ വരുന്നത്. admission.uoc.ac.in/ എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി, അതായത് നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീസ് അടക്കുകയും ചെയ്യേണ്ടതാണ്. മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷം സ്റ്റുഡൻറ്റ് ലോഗിനിൽ മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യുക, അതിനുശേഷം ചലാൻ റെസിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ ആ റെസിപ്റ്റ് ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ മാൻഡേറ്ററി ഫീസ് റെസിപ്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ മാൻഡേറ്ററി ഫീസ് റെസിപ്റ്റ് ലഭ്യമാവരെ മാത്രമേ, അതായത് നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് തുടർന്നുള്ള അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുള്ളൂ. മാൻഡേറ്ററി ഫീസ് അടക്കുന്നതിനുള്ള ലിങ്ക് 25/6/2024 വൈകിട്ട് 5 മണി വരെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂൺ 25 മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് അപ്ഡേഷന് പരാജയ സാധ്യത കൂടുതലായതിനാൽ UPI പേയ്മെൻറ്റുകൾക്ക് പകരം നെറ്റ് ബാങ്കിംഗ് സംവിധാനം പരമാവധി ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ മാൻഡേറ്ററി ഫീസ് അടക്കാത്തവർക്ക് നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാവുന്നതും തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്താക്കുന്നതും ആയിരിക്കും. അക്കാര്യം കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകൾക്ക് പരിഗണിക്കേണ്ടതില്ലെങ്കിൽ 21-ാം തീയതി മുതൽ 24-ാം തീയതി വൈകിട്ട് 5 മണി വരെയുള്ള എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ച് മറ്റു ഓപ്ഷനുകൾ നിർബന്ധമായിട്ടും റദ്ദ് ചെയ്യണം. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അത് നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. ഇതോടെ മുമ്പ് ലഭിച്ചിരുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും അത് യാതൊരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതും അല്ല. അക്കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ റദ്ദ് ചെയ്യാവുന്നതാണ്. കോളേജ് കോഴ്സ് റീഅറേഞ്ച് ചെയ്യുന്നതിനും പുതിയ കോളേജോ കോഴ്സുകളോ കൂട്ടിച്ചേർക്കുന്നതിനോ ഈ ഒരു അവസരം ലഭിക്കുന്നതായിരിക്കില്ല. ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും പുതിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ്. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശനം നേടേണ്ടതുള്ളൂ. അതുപോലെ എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് എയ്ഡഡ് പ്രോഗ്രാമുകളുടെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനായിട്ടുള്ള ഓൺലൈൻ റിപ്പോർട്ടിംഗ് സൗകര്യം 21/6/2024 മുതൽ 24/6/2024 വൈകിട്ട് 5 മണി വരെ സ്റ്റുഡൻറ്റ് ലോഗിനിൽ ലഭ്യമാണ്. സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്ത് കമ്മ്യൂണിറ്റി കോട്ട എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റിപ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് പ്രോഗ്രാമുകളിലെ കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുള്ളൂ. കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്രകാരം ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.